എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് വിച്ചുടനൊക്കെ നല്ല ഉറക്കം. വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഉറക്കമായിരുന്നു ഫസ്റ്റിലത്തെ കുറച്ച് ഭാഗങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവർ ടി വി വെച്ചേക്കും, അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ചൊക്കെ കേൾക്കുമായിരിക്കും കേട്ടോ. രാവിലെ നമ്മൾ ചോറൊക്കെ റൈസ് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇന്ന് അവധി ആയതുകൊണ്ട് ഞാൻ വൈകിട്ട് വെച്ചില്ല കേട്ടോ. പിന്നെ അമ്മ പാലപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഗ്രീൻ പീസ് കറി കേട്ടോ വെക്കുന്നത്. കുറച്ച് ഗ്രീൻ പീസ് കുറച്ചധികം ഞാൻ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നേ, കുറച്ച് വറക്കാനും വേണ്ടിയിട്ട്. ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളകും എല്ലാം കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറേ പക്ഷികളുടെയൊക്കെ കരച്ചിൽ കേട്ടപ്പോഴത്തേന് വാതിക്കലേക്കൊന്ന് പോയതാട്ടോ. രാവിലെ ആയതുകൊണ്ട് നല്ല രസമാണ്, കുറേ കിളികളൊക്കെ വരുമല്ലോ. ഇതെല്ലാം നമ്മുടെ മേളിൽ വെച്ചിരുന്ന ചെടികളാണ്. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഇതായതുകൊണ്ട് അവരതെല്ലാം എടുത്ത് താഴെ വാഷ് ബേസിൻ്റെ അവിടെ വെച്ചു. പക്ഷെ അവിടെ അതെല്ലാം ഇരുന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ കുക്കറിലിരുന്നൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങ, പെരിഞ്ചീരകം, കുറച്ച് മീറ്റ് മസാല, കുറച്ച് മല്ലിപ്പൊടി ഇത്രയും കൂടെ അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇത് കറി വെക്കുന്നത്, ഗ്രീൻ പീസ് കറി വെക്കുന്നത്. പാലപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ട് തുടങ്ങണം. ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും ഓടി നടന്ന കേട്ടോ. ഓരോരോ റൂമിൽ പോയിരുന്നിട്ട് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ടി വി വെച്ചിരിക്കുന്നത്, പിന്നെ അവർ കഥയൊക്കെ തള്ളി തുറന്ന് കയറി വരും. അങ്ങനെ പല പല സ്ഥലത്തായിട്ട് നിന്നാണ് കേട്ടോ റെക്കോർഡ്. ടി വിയുടെയൊക്കെ സൗണ്ടൊക്കെ കുറച്ച് കേൾക്കുമായിരിക്കും കേട്ടോ. ഇന്നധികം ധൃതിയിൽ നമുക്കൊന്നും ചെയ്യണ്ടല്ലോ, അവധി ആയതുകൊണ്ട് തന്നെ. പിള്ളേർക്ക് പോകുന്ന ആ ദിവസങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ തിരക്ക്. അവർ നേരത്തെ 8 മണിയൊക്കെ കഴിഞ്ഞ് പോകുന്നത് കൊണ്ട്. ഇതിപ്പോൾ എന്താണേലും പതുക്കെ എല്ലാം ചെയ്താൽ മതി. അങ്ങനെ അപ്പം നമ്മൾ ചുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുക്കറിൽ നമ്മൾ ഗ്രീൻ പീസ് വേഗം വെച്ച് അത് വെന്ത് കുക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഗ്രേവിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളുടെ ഓരോ ദിവസത്തെ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളും നമ്മുടെ വീട്ടുവിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെ ഇടുന്നത്, ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായമാണെങ്കിലും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അതിൽ കുറച്ച് ഗ്രീൻ പീസ് വറക്കാനാന്ന് പറയില്ല, അപ്പോൾ അത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. വെള്ളം പോയിട്ട് വേണ്ടേ അത് വറക്കാൻ വേണ്ടിയിട്ട്. അപ്പം റൈസ് കുക്കറിൽ ചോറ് വെച്ചായിരുന്നല്ലോ ആദ്യം തന്നെ, അപ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട്. ചോറൊക്കെ വാർത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആദ്യം കഴുകാമെന്ന് വെച്ചു കേട്ടോ. മൊത്തം കൂടെ കഴുകാൻ നിന്നില്ല. അത് ആദ്യമൊക്കെ വന്നത് കുറേ നമ്മൾ കഴുകി മാറ്റുന്നുണ്ട്. പിന്നെ എല്ലാ പരിപാടിയും തീർന്നു കഴിയുമ്പോൾ എങ്ങനെയാണെങ്കിലും പിന്നെ കുറേ പാത്രം വരുമല്ലോ. പാത്രം കഴുകാണ് ഒരു മെയിൻ ജോലി. എത്ര കഴുകിയാലും പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ 3ാമത്തെ സ്ഥലത്താട്ടോ. ആദ്യം ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ നിന്ന് റെക്കോർഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ റൂമിൽ പോയി, ഇപ്പം വേറെ റൂമിൽ പോയി. അപ്പം സൗണ്ട് അതുകൊണ്ട് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ആ സൗണ്ടിലും വ്യത്യാസം കാണുമായിരിക്കും കേട്ടോ. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ മീൻ കിട്ടിയില്ലായിരുന്നു, അതുവരെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഒരു ചാറുകറിയായിട്ട് നമ്മൾ രസം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു തോരൻ വെക്കണമല്ലോ. അപ്പോൾ ഇന്ന് തോരൻ വെക്കാൻ നമ്മൾ കോവയ്ക്ക കേട്ടോ, കോവയ്ക്കയൊക്കെ കുറച്ചെടുത്ത് അമ്മ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതരിഞ്ഞ് തോരനൊക്കെ വെക്കാനൊരുങ്ങി. അമ്മ ആ സമയത്ത് മീൻ വെട്ടാനിരുന്നു കേട്ടോ. നമുക്ക് കുറേ ലേറ്റായിട്ടാണ് മീൻകാരൻ ചേട്ടൻ വന്നത്. അങ്ങനെ മത്തി കിട്ടിയിട്ടുണ്ട്. മത്തിയൊക്കെ അമ്മ വെട്ടാൻ വേണ്ടിയിട്ട് വെളിയിൽ പോയിരുന്ന കേട്ടോ. പൂച്ചകളും വന്ന് സൈഡിലൊക്കെ ഇരിപ്പുണ്ട് മീൻ തല കിട്ടാൻ വേണ്ടിയിട്ട്. അവർ എപ്പോഴും അങ്ങനെ കേട്ടോ, വെളിയിലിരുന്ന് മീൻ വെട്ടുവാണെങ്കിൽ ആ പരിസരത്ത് ഇങ്ങനെ വന്ന് ഇരിക്കും. ഇന്നെന്തായാലും കാക്കയൊന്നും വന്നില്ല, പൂച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചൂട്ടനും ദേവൂട്ടനും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഇടയ്ക്കൊക്കെ ഇടഭക്ഷണമായിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് നാരങ്ങ വെള്ളം ചോദിക്കും. സ്കൂളിൽ പോവുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, പക്ഷെ വീട്ടിലിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുടിക്കാനോ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സ്നാക്കായിട്ട് ഞാനിന്ന് ശരിക്കും ഉച്ചയ്ക്ക് മുന്നേ കേട്ടോ കടല ഇങ്ങനെ വറുത്തു, പട്ടാണിക്കടല. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടി. പക്ഷെ വിച്ചൂട്ടിന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല. അവൻ കഴിച്ചു, പക്ഷെ ഒരുപാട് അങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞില്ല.
ദേവൂട്ടിന് പക്ഷേ ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ, അവനത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ മീനൊക്കെ വെട്ടി ദേണ്ട കുറച്ച് വറക്കാൻ ഇട്ടിട്ടുണ്ട്. അവന്മാർക്ക് കൂട്ടുവാണെങ്കിൽ കൂട്ടട്ടെ എന്ന് വെച്ചിട്ട്. മത്തിയൊക്കെ കൂട്ടാൻ ഭയങ്കര മടുപ്പാണ്. അമ്മ പിന്നെ അത് മത്തിപ്പീരയ്ക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് മത്തിപ്പീരയും റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ കോവയ്ക്ക അത് തോരനൊക്കെ വെച്ചിട്ടുണ്ട്, തോരൻ വെച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിയും കേട്ടോ. പിന്നെ ബാലൻസ് വന്ന പാത്രങ്ങളൊക്കെ കഴുകുക, അടുക്കളയൊന്ന് തുടച്ചിടുക, അതൊക്കെയാണ് പിന്നെയുള്ള പരിപാടി. അപ്പോൾ ഈ തോരനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകി തുടങ്ങി കേട്ടോ. ഒരുപാടില്ലായിരുന്നു, കാരണം കുറച്ച് നമ്മൾ ആദ്യം തന്നെ കഴുകിയതുകൊണ്ട് പിന്നെ വന്ന കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് കഴുകി എല്ലാം സെറ്റാക്കി. ഇനി നമുക്ക് ഓവൻ അകത്തൊരു ട്രേ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തു, അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഓവൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, പുറം ഭാഗം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമുക്ക് പാചകം എല്ലാം ഒന്ന് തുടയ്ക്കണം, സിങ്ക് കഴുകണം, അങ്ങനെയുള്ള പരിപാടിയൊക്കെ. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് വെള്ളവും പിന്നെ ആ ഫുഡിൻ്റെ ഇതുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വീഴുമല്ലോ. അപ്പോൾ പാത്രം കഴുകും, അങ്ങനെ എല്ലാ പരിപാടിയും തീർന്ന് കഴിയുമ്പോഴത്തേനാണ് ലാസ്റ്റ് പിന്നെ ഈ ഒരു ക്ലീനിങ്ങിന് കയറുന്നത്. ഇതുകൂടെയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടിച്ചുവാരി നമ്മുടെ പരിപാടിയൊക്കെ കഴിയും. നമുക്കിപ്പോൾ അടുക്കള മാത്രമേ അടിച്ചു വരാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ബാക്കി റൂമെന്ന് വെച്ചാൽ അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ അതൊന്നും നമുക്ക് ഇപ്പം അടിച്ചു വരാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. വീണ്ടും പറയുകയാണ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.